ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ techieninjas. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് gpedit കുറിച്ചാണ്. ഗ്രൂപ്പ് പോളിസി എഡിറ്ററിനെയാണ് gpedit എന്ന് പറയുന്നത്. അപ്പോൾ gpedit ഉപയോഗിച്ച് ഒരുപാട് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് gpedit കുറിച്ചാണ്. അതിനെ ഫസ്റ്റ് നമുക്ക് gpedit എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് എഡിറ്റ് ഗ്രൂപ്പ് പോളിസി എന്ന് ടൈപ്പ് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പോളിസി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ വരും. അതിനകത്ത് നമുക്ക് കാണാം ഗ്രൂപ്പ് എഡിറ്റ് പോളിസി എന്ന് കാണാം. ഇത് നമുക്ക് വേറൊരു മെത്തേഡും കൂടി എടുക്കാം. അതിന് നമ്മൾ ഫസ്റ്റ് വിൻഡോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ എന്ന് ടൈപ്പ് ചെയ്യുക. റൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് കാണിക്കാം. അതിനകത്ത് gpedit.msc എന്ന് എഴുതിയ പോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ഇതിന് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് സെയിം പേജായ ഗ്രൂപ്പ് പോളിസി എഡിറ്റർ കാണും. അതിനകത്ത് യൂസർ കോൺഫിഗറേഷൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ടെമ്പിൾസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെയാണ് പ്രിവിലേജ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് പ്രിവിലേജ് സെറ്റ് ചെയ്യേണ്ടത് കമാൻഡ് പ്രോംപ്റ്റിലാണ്. എന്നുവെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിനായാലും പ്രിവിലേജ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പുതിയ പോളിസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും സാധിക്കില്ല. അതിനെ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനെ പ്രിവെൻറ്റ് ആക്സസ് ടു ദ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തതിന് ശേഷം എനേബിൾ ക്ലിക്ക് ചെയ്യുക. അടിയിൽ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതൊന്ന് മിനിമൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കമാൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക, CMD ടൈപ്പ് ചെയ്യുക, കൺട്രോൾ പാനൽ എടുത്തിട്ട് അതിൻ്റെ പ്രസ് ചെയ്യുക, എൻ്റർ കീ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി. പിന്നീട് നമ്മൾ CMD ടൈപ്പ് ചെയ്താലും സെയിം ഇഷ്യൂ തന്നെ ഇത് കാണിക്കും. എന്ന് വെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റ് ഈസ് ഡിസേബിൾ ബൈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കാണിക്കും. ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ എൻ്റർ അടിച്ചാലും പോകും. ഇനി നമ്മൾ ഒന്നുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നോട്ട് കോൺഫിഗർ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് കോൺഫിഗർ ആയിട്ടില്ല. അപ്പോൾ CMD ടൈപ്പ് ചെയ്യുക. നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ടാകും. നമ്മൾ സാധാ യൂസേഴ്സൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് നമ്മൾ ഒരു മെത്തേഡിനകത്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ആക്സസ് ടു ദ ഡ്രൈവ് ടു മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സീരിയൽ ഫോൾഡർ ക്രിയേറ്റ്, ഡെസ്ക്ടോപ്പ് ഫോൾഡർ ക്രിയേറ്റ് techieninjas എന്ന പേര് കൊടുക്കുന്നു. അതിനുശേഷം ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണുന്ന മെസ്സേജാണ് ദിസ് ഓപ്പറേഷൻ ഇസ് ക്യാൻസൽഡ് ബൈ രജിസ്റ്റർഡ് ബൈ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കാണിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അത് എടുത്തിട്ട് ഡിസേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫീച്ചർ എനേബിൾ ചെയ്യുന്നതോടെ നമുക്ക് സി ഡ്രൈവിലുള്ള ഡാറ്റാസ് നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സി ഡ്രൈവ് ഈസ് ഓൺലി യൂസ് ഫോർ OS അങ്ങനെ എന്നൊരു ഫീച്ചറിലേക്ക് മാറും. അപ്പോൾ ഡിസേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് അടിയിൽ ഫോൾഡർ ആഡ് ചെയ്യാനും ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഓൺലി OSന് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്ന രീതിയിലാകും. ഇനി നമുക്ക് അടുത്തൊരു സെറ്റിങ്സ് കാണാം. അതിനെ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ പാനൽ അഡ്മിനിസ്ട്രേറ്റീവ് ടെമ്പിൾസിനകത്ത് തന്നെ ഡെസ്ക്ടോപ്പ് ഓർ കൺട്രോൾ പാനൽ എടുക്കുക. കൺട്രോൾ പാനൽ പേഴ്സണലൈസേഷൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വായിക്കാം. അതിനകത്ത് എനേബിൾ സ്ക്രീൻ സേവർ, അതിനുശേഷം ചേഞ്ച്, ഇത് നമ്മളെടുക്കുന്ന പ്രിവെൻറ്റ് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്യുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എനേബിൾ ചെയ്തേക്കാണ്. അപ്പോൾ ഉണ്ടാകും നമുക്ക് കിടക്കുന്നതെന്ന് ഒഴിച്ച് ബാക്കി വേറെ എന്തിലേക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. വേറൊരു ഫോട്ടോ ഇടാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ പ്രിവിലേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഈ എഡിറ്റ് ഗ്രൂപ്പ് പോളിസി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സായ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്സ് ഇപ്പോൾ ഞാൻ ഡിസേബിൾ ചെയ്തിട്ട് പിന്നെ എനേബിൾ ചെയ്തു. ഇപ്പോൾ പിന്നെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രിവെൻറ്റ് ചേഞ്ച് ഇൻ ഡെസ്ക്ടോപ്പ് ഐക്കൺസ്, പ്രിവെൻറ്റ് ചേഞ്ച് ഇൻ മൗസ് പോയിൻ്റർ, പ്രിവെൻറ്റ് ചേഞ്ചസ് ഇൻ സ്ക്രീൻ സേവർ, അതുപോലെ സൗണ്ട്സ്, ടൈം ഔട്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഈ gpedit ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെൽക്കം ബാക്ക്. നമ്മൾ gpedit ഉപയോഗിച്ച് എങ്ങനെയാണ് കമാൻഡ് പ്രോംപ്റ്റിൽ പ്രിവിലേജ് സെറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ മാറ്റാതെ പ്രിവിലേജ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സി ഡ്രൈവ് എക്സ്പാൻഡ് ചെയ്യുന്നത്, എക്സസ് ഡാറ്റ യൂസ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ് പ്രിവിലേജ് സെറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയങ്ങളോ ചോദ്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെടാനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് techieninjas സൈനിങ് ഓഫ്.